എന്തു പറ്റി? ശബ്ദത്തിന് വല്ലാത്തൊരു ഗൗരവം. രാധിക ഇപ്പൊ എന്ത് ചെയ്യുവാ? ഞാൻ ഇവിടെ കണിമംഗലത്തുണ്ട്. സത്യത്തില് ഞാനും തന്നെ വിളിക്കാനിരുന്ന. രാവിലെ ഞാൻ വരുണോട് പറഞ്ഞിരുന്നു. രാധികെ, ഞാനിപ്പോ വിളിച്ചത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാനാ. എന്താ അത്? ഇപ്പോ ഞാനത് പറഞ്ഞെങ്കിലും കുറച്ച് കഴിയുമ്പോ ഒരു ഞെട്ടലോടെ നിനക്കത് ഉൾക്കൊള്ളേണ്ടി വരും. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്ന? മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാള് ജീവനോടെ കൺമുന്നിൽ വന്നു നിന്നാ രാധിക ഞെട്ടില്ലേ? അത് പിന്നെ ആരാ ഞെട്ടാത്ത? ഇത് വല്ലാത്തൊരു ചോദ്യമായി പോയല്ലോ. എങ്കി അങ്ങനെയൊരു ഞെട്ടലിന് തയ്യാറായിക്കോ. മരിച്ചുപോയെന്ന് നീ കരുതുന്ന ഒരാള് അധികം താമസിയാതെ നിന്റെ മുന്നിലെത്തും. സാധാരണ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോ ധൈര്യം പറഞ്ഞു തരാറാണല്ലോ പതിവ്. ഇത് എന്തു പറ്റി? എന്നെ കളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാര്യമായിട്ട് ഇറങ്ങിയതാണോ? പ്രിയങ്ക മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. എന്താ പറഞ്ഞ? പ്രിയങ്ക മരിച്ചിട്ടില്ല രാധിക, അവൾ ജീവിച്ചിരിപ്പുണ്ട്. മാഡം വെറുതെ പിച്ചുമ്പയും പറയാതെ. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. പ്രിയങ്ക ജീവിച്ചിരിക്കുന്ന കാര്യം നമുക്കൊന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന ചിലരുണ്ട്. മാഡം, ചന്ദ്രശേഖരന്റെ ആളുകളാൽ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, ചന്ദ്രശേഖരന്റെ ആസൂത്രണം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അതേ പ്രിയങ്കയെ ഈ കോടതിയിൽ ഹാജരാക്കാൻ എനിക്ക് സാധിക്കും. യുവർ ഓണർ, അങ്ങയുടെ സമക്ഷത്തിലേക്ക് ഞാൻ പ്രിയങ്കയെ പ്രസന്റ് ചെയ്യാം.